വോളിയം അതായത് വ്യാപ്തം എന്ന ഈ ഒരു യൂണിറ്റിൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കുറച്ച് ന്യൂ ഷേപ്സുകളെ പറ്റി പഠിച്ചില്ലേ? ന്യൂ ഷേപ്സ് അല്ലേ? ഈ ന്യൂ ഷേപ്സിൻ്റെ വോളിയം എങ്ങനെയാണ് കാണുന്നത് എന്നൊക്കെ പഠിച്ചില്ലേ? അത് വെച്ചിട്ടുള്ള കുറച്ച് പ്രോബ്ലംസ് ആണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, ഫസ്റ്റ് നമുക്ക് കുറച്ച് ഷേപ്പുകൾ തരും. ആ ഷേപ്പുകളുടെ എല്ലാം വോളിയം നിങ്ങൾ കാണണം. നമുക്ക് തരുന്ന ഷേപ്പുകളെല്ലാം സെൻറ്റിമീറ്ററിലായിരിക്കും. ഓക്കെ, ഫസ്റ്റ് ഇതാണ് ഒരു സ്പെല്ലിങ്ങിലെ ഇ. എങ്ങനെയാണ് ഈ എന്ന ഈ ഒരു സ്പെല്ലിങ്ങിൻ്റെ വോളിയം കാണുന്നത്? കാണുമ്പോൾ നമുക്ക് ഭയങ്കര ടഫാന്നൊക്കെ തോന്നും, പക്ഷെ നല്ല സിമ്പിളാണ്. ഫസ്റ്റ് ഈ എന്ന ഈ ഒരു ഷേപ്പിനെ കുറേ ബ്ലോക്സുകളാക്കി മാറ്റാം. ബ്ലോക്സുകളുടെ വോളിയാണ് കാണാൻ പറയുന്നതെങ്കിൽ കട്ടകളുടെ വോളിയാണെങ്കിൽ നമുക്കറിയൂലേ? അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഞാൻ ഇതിനെ ഇവിടെ ഇങ്ങനെ മുറിച്ചിട്ട് ഇപ്പം ഇങ്ങനെ ഒരു ബ്ലോക്കായി ഇത്. ഈ ഒരു ബ്ലോക്കിൻ്റെ വോളിയം നമുക്ക് കാണാൻ കഴിയൂലേ? ഈ ഒരു ബ്ലോക്കിൻ്റെ. അതുപോലെ ഇവിടെയുള്ള ഈ ഒരു ബ്ലോക്കിൻ്റെയും വോളിയം നമുക്ക് കാണാൻ കഴിയൂലേ? ഇങ്ങനെ തന്നാലേ ഇങ്ങനെ പൂർത്തിയുള്ള ഈ ഒരു ബ്ലോക്കിൻ്റെയും വോളിയം നമുക്ക് കാണാൻ കഴിയുമല്ലോ. അതുപോലെ ഇവിടെ ഒരു മുഴുവനായിട്ടൊരു ബ്ലോക്ക്, ഇതിൻ്റെ വോളിയം നമുക്ക് കാണാൻ കഴിയൂലേ? അപ്പം നമുക്ക് ആ ബ്ലോക്കിന് ഞാൻ ഓരോ നമ്പർ ഇട്ട് കൊടുക്കുകയാണ്. ഓക്കെ, ഓരോ ബ്ലോക്കിനും ഓരോ നമ്പർ ഇടാണ്. ഈ ബ്ലോക്കിന് 1, ഇതിന് 2, ഇതിന് 3, ഇതിന് 4. ഈ 4 ബ്ലോക്കിൻ്റെയും വോളിയം കണ്ടാൽ ഈ വലിയതിൻ്റെ വോളിയം കിട്ടും. അപ്പം നമുക്ക് ഫസ്റ്റ് ഒന്നാമത്തതിൻ്റെ കാണാം. ഫസ്റ്റ് നമുക്ക് ഈ രണ്ടാമത്തേൻ്റെ കാണാം കേട്ടോ. എന്താണെന്ന് വെച്ചാൽ ഈ രണ്ടാമത്തേൻ്റെ കാണുമ്പോൾ നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾക്ക് മനസ്സിലാവാനാണ്. അതായത് ഇതിൻ്റെ ഈ ഒരു ബ്ലോക്കിൻ്റെ നീളം 8 ആണ്. അപ്പോൾ ഇവിടെയുള്ള 12 അല്ലേ അതിൻ്റെ നീളം? നിങ്ങൾക്ക് അങ്ങനെ ഡൗട്ടുണ്ടോ? ഈ 12 എന്ന് പറയുന്നത് ഉണ്ടല്ലോ, ഇവിടെ മുതൽ ഇവിടെ വരെയുള്ളതാ. നമ്മൾ ഈ കുഞ്ഞു ബ്ലോക്കിൻ്റെ അല്ലേ കാണുക? ഈ കുഞ്ഞു ബ്ലോക്കിൻ്റെ നീളം ഇവിടെ മുതൽ ഇവിടെ വരെയല്ലേ? അതായത് ഇവിടെ മുതൽ ഇവിടെ വരെ, അതിൻ്റെ നീളം 8 ആണ്. അപ്പോൾ നമുക്ക് ആദ്യം ഈ രണ്ടാമത്തതിൻ്റെ കാണുമ്പോൾ കാണിച്ചു തരാം. ഫസ്റ്റ് രണ്ടാമത്തതിൻ്റെ കാണാം. ഓക്കെ, പിന്നെ നമുക്ക് ഒന്നാമത്തേൻ്റെ അപ്പം കിട്ടും. പിന്നെ നമുക്ക് മൂന്നാമത്തെ കാണാം, പിന്നെ നാലാമത്തെ കാണാം, പിന്നെ നമുക്ക് ഈയുടേത് കാണാം. ഇങ്ങനെ കണ്ടു പോകട്ടോ. ഫസ്റ്റ് 2, പിന്നെ 1, പിന്നെ 3, പിന്നെ 4, പിന്നെ ഈൻ്റെത്, അങ്ങനെ കണ്ടു പോവാം. ഓക്കെ, അത് നമുക്ക് ഈ രണ്ടാമത്തേൻ്റെ വോളിയം നോക്ക്. രണ്ടാമത്തേൻ്റെ വോളിയം നീളം എത്രയാ? ലെങ്ത്ത് 8 ആണ്, ബ്രെഡ്ത്ത് 4 ആണ്, ഹൈറ്റ് 2 ആണ്. ലെങ്ത്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു ഹൈറ്റ് അല്ലേ? ലെങ്ത്ത് എന്ന് പറയുന്നത് 8 ആണ്, ബ്രെഡ്ത്ത് 4 ആണ്, ഹൈറ്റ് 2 ആണ്. അപ്പോൾ ഇത് 3 കൂടെ മൾട്ടിപ്ലൈ ചെയ്താൽ പോരെ? 3 × 8 × 7 3 × 8 × 2 അല്ലേ? 8 × 4 × 2. 8 × 4 × 2 എത്രയാ? 64 അല്ലേ? 64 ക്യൂബിക് സെൻറ്റിമീറ്റർ ആയിരിക്കും അപ്പോൾ അതിൻ്റെ വോളിയം. ഇനി ഒന്നാമത്തേൻ്റെ കാണുമ്പോൾ നോക്ക്. ഒന്നാമത്തേൻ്റെ ഇവിടെ ഈ ഒരു ബ്ലോക്കിൻ്റെ അതേപോലെയല്ലേ ഇതും ഉള്ളത്? അതായത് ഇതിൻ്റെ ഇവിടെ 8 ആണ്, ഇതിൻ്റെത് 8 ആണ്, ഇവിടെ ഇതിന് 4 ആണ്, എല്ലാത്തിൻ്റെയും ഇവിടെ 4 ആണ് കേട്ടോ. കണ്ടോ, ഇവിടെ 4 ആണ് തന്നിട്ടുണ്ട്, ഇവിടെ 4 ആണ്, അപ്പോൾ ഇവിടെ 4 ആണ് നമുക്കറിയാമല്ലോ, ഇത് 4 ആണ് നമുക്ക് തന്നിട്ടുണ്ട്. എല്ലാത്തിൻ്റെയും ഹൈറ്റ് 2 ആട്ടോ. ഇവിടെയൊക്കെ 2 ആയിരിക്കും കേട്ടോ ഉണ്ടാവുക, ഇവിടെയൊക്കെ 2 ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ എല്ലാത്തിൻ്റെയും ഹൈറ്റ് എത്രയാ? 2 അല്ലേ? അപ്പോൾ എല്ലാത്തിൻ്റെയും ഹൈറ്റ് 2. അപ്പോൾ ഇവിടെ നോക്കി, ഇതിന് 8, 2, 4, 8, 2, 4 അതന്നെയല്ലേ? ഇതിൻ്റെ 2ൻ്റെ എത്രയാണോ അതന്നെയല്ലേ 1-ൻ്റെതും. അപ്പോൾ 1-ൻ്റെതും 2-ൻ്റെതും ഈക്വലാണ്, അത് 64. ഓക്കെ, ഇനി 3ൻ്റെ നോക്ക്. 3ൻ്റെ നീളം 4 ആണ്, വീതി 4 ആണ്, ഉയരം 4 ആണ്. അപ്പം എത്രയാണ് വരിക? 4 ഉയരം 2 ആണ്. 2
വിച്ച് ഈസ് ഈക്വൽ ടു എത്ര വരിക? 32. ഇനി നാലാമത്തത് ഇതാ ഈ ഒരു ഭാഗം അല്ലേ? ഈ ഒരു ഭാഗത്തിൻ്റെ നോക്കിട്ടോ, നമുക്ക് ഇവിടെ ഈ ഒരു ഭാഗം 20 തന്നിട്ടുണ്ട്. ഓക്കെ അല്ലേ? ഈ ഒരു ഭാഗം 20 തന്നിട്ടില്ലേ? ഈ ഒരു ഭാഗം 20. അതേപോലെ അപ്പോൾ ഈ ഭാഗം 20 അല്ലേ വരിക? അതെ, ഈ ഒരു ഭാഗവും 20 വരിക. ഈ ഭാഗവും 20. ഇനി ഇതിൻ്റെ ഹൈറ്റ് 2 നമുക്കറിയാം. ഇനി ഇവിടെ ഉള്ള ഈ ഒരു ഭാഗം ഉണ്ടല്ലോ, ഇത് എത്രയാണ് നമുക്ക് കിട്ടണം. ഈ ഒരു ഭാഗം അറിയാൻ നമുക്ക് എന്തറിയാം? ഇവിടെ ഈ ഒരു ഭാഗമല്ലേ നമുക്കറിയേണ്ടത്. ഇവിടുന്ന് ഇവിടെ വരെയുള്ള ഈ ഒരു ഭാഗം എത്രയാണ്? പക്ഷെങ്കിൽ ഇവിടുന്ന് ഈ ഒരു അറ്റം വരെ 12 നമുക്കറിയാം, ആണല്ലോ. അതിന് ഇവിടുന്ന് ഇവിടെ വരെ 8 അറിയാലോ. ഈ ഒരു ഭാഗം 12 നിന്ന് ഈ ഒരു ഭാഗം 8 എന്ന ഈ ഒരു ഭാഗം പോയാൽ നമുക്ക് ഈ ഒരു ഭാഗം കിട്ടൂലേ? 12 8 മൈനസ് ചെയ്താൽ ഇത് കിട്ടൂലേ? അപ്പോൾ ഇത് എത്ര വരിക? 12 - 8 = 4. അപ്പോൾ ഇവിടെ 4 വരിക. അപ്പോൾ ഇവിടെ നീളം 20, വീതി 4, ഉയരം 2. നീളം 20 ഇൻറ്റു ബ്രെഡ്ത്ത് 4 ഇൻറ്റു ഹൈറ്റ് 2 = ഇത് 3 കൂടെ മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് 160 എന്ന് കിട്ടും. പിന്നെ നിങ്ങൾക്ക് നേരത്തെ ഡൗട്ട് ഉണ്ടോ ഇവിടെ എങ്ങനെ ഈ 4 കിട്ടിയതെന്ന്? 4 കിട്ടി എങ്ങനെ പറഞ്ഞുതരാം. എന്താ വെച്ചാൽ ഇവിടെ ഒരു 20 എന്ന് നിങ്ങൾ കണ്ടില്ലേ? ഇവിടുന്ന് ഇവിടെ വരെ 20 ഇവിടുന്ന് ഇവിടെ വരെ 4 ഇവിടുന്ന് ഇവിടെ വരെ 4 അല്ലേ? അവിടുന്ന് അവിടെ വരെ 4 ഇതാ ഇവിടെയും 4 അല്ലേ? അപ്പം ഇവിടെ 4 കിട്ടി, ഇവിടെ 4 കിട്ടി, ഇവിടുന്ന് ഇവിടെ വരെ 4. അപ്പം ഇവിടെ മുതൽ ഇവിടെ വരെ 4. പിന്നെ ഇവിടുന്ന് ഇവിടെ വരെ 4 തന്നിട്ടുണ്ട്. ഇപ്പോൾ ഇവിടുന്ന് ഇവിടെ വരെ എത്രയാണ്? ഈ ഒരു 4 ഇവിടുന്ന് ഇവിടെ വരെ എത്രയാണ് വരിക? 4 + 4 + 4 + 4, അതായത് 4 + 4 + 4 + 4, അതായത് 16. ഇത് മുഴുവനായിട്ട് നോക്കുകയാണെങ്കിൽ ഇവിടെ വരെ എത്തുകയാണെങ്കിൽ 20 ഉണ്ട്. ഇവിടെ വരെ എത്തുകയാണെങ്കിൽ 20 ഉണ്ട്. ഇവിടെ വരെ എത്തുമ്പോൾ 16 ഉള്ളൂ. അപ്പോൾ ഈ 20-ൽ നിന്ന് ഈ 16 അങ്ങോട്ട് പോയാൽ ഈ ഒരു കുഞ്ഞു ഭാഗം കിട്ടൂലേ? ഈ കുഞ്ഞു ഭാഗം കിട്ടൂലേ? 20-ൽ നിന്ന് 16 പോയാൽ എത്രയാണ്? മൈനസ് ചെയ്താൽ 4 അല്ലേ? ഇപ്പോൾ ഈ കുഞ്ഞു ഭാഗം 4 കിട്ടിയില്ലേ? ഈ കുഞ്ഞു ഭാഗത്തിൻ്റെ നീളം തന്നെയല്ലേ ഈ ഒരു ഭാഗത്തിൻ്റെ നീളവും? ഈ ഒരു ഭാഗത്തിൻ്റെ നീളം തന്നെയല്ലേ ഈ ഒരു ഭാഗത്തിൻ്റെ നീളവും? അപ്പം നിങ്ങൾക്ക് വീതി കിട്ടിയില്ലേ? അങ്ങനെയാണ് കേട്ടോ ശരിക്കും കിട്ടുന്നത്. ഓക്കെ, നമ്മൾ പറഞ്ഞെടുത്ത് തന്നെ തുടങ്ങാം. ഇപ്പോൾ നമുക്ക് ഈ 4 എന്ത് കിട്ടി? എന്താ പറയുക, വ്യാപ്തം, അതായത് വോളിയം കിട്ടി. ഒക്കെ ക്യൂബിക് സെൻറ്റിമീറ്റർ ആണ് കേട്ടോ. ഇനി നമുക്ക് ഈ എത്രയാണെന്ന് കാണാം. അതായത് ഈ മൊത്തം മുഴുവനായിട്ടുള്ള ഈയുടെ വോളിയം കാണാം. മുഴുവനായിട്ടുള്ള ഈൻ്റെ വോളിയം കാണാൻ ഈ ഓരോ ടോട്ടലുകളും ആഡ് ചെയ്താൽ മതി. എത്ര ടോട്ടൽ ഉണ്ട്? 4 ടോട്ടലുകളുണ്ട് അല്ലേ? ഇത് 4 കൂടെ ആഡ് ചെയ്താൽ മതി. 160. അപ്പോൾ 64 + 62 + 32 + 160, ഇത് എല്ലാം കൂടെ ആഡ് ചെയ്താൽ നമുക്ക് 320 ക്യൂബിക് ക്യൂബ് എന്ന് കിട്ടും. ഓക്കെ, ഈ ക്യൂബിക് ക്യൂബ് ആയിരിക്കും ഈ ഒരു ഈയുടെ വോളിയം. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇതാണ് അടുത്ത ക്വസ്റ്റ്യൻ. ഇവിടെ നമ്മൾ ഈ ടീയുടെ വോളിയമാണ് കാണുന്നത്. നേരത്തെ ചെയ്തത് പോലെ തന്നെ നമ്മൾ ഈ ടീയെ കുഞ്ഞു കുഞ്ഞു ബ്ലോക്സുകളാക്കിയിട്ട് മാറ്റണം. എങ്ങനെ ഈ ടീനെ കുഞ്ഞു കുഞ്ഞു ബ്ലോക്സ് ആക്കുക? ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യുക അറിയാം? ഈ ടീനെ ഞാൻ ഇങ്ങനെ ഇവിടെ ഒരു പാർട്ടാക്കാണ്. ഓക്കെ, ഇവിടെ ഒരു പാർട്ടാക്കി. അതുപോലെ ഇതിൻ്റെ ഇവിടെയും മുറിച്ച്. ഇപ്പം ഇതിൽ എത്ര ഭാഗങ്ങളുണ്ട്? ഇവിടെ 1, ഇവിടെ 2,
ഇവിടെ 3. ഈ 3 ഭാഗങ്ങളുടെയും വോളിയം കണ്ടിട്ട് ആഡ് ചെയ്താൽ നമുക്ക് ഈ മുഴുവനായിട്ടുള്ള ടീയുടെ വോളിയം കിട്ടും. ഓക്കെ ആണോ? അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഓരോ ഭാഗത്തിൻ്റെ വോളിയം കാണാനുള്ള മെഷേഴ്സ് നോക്കാം. ഫസ്റ്റ് കേട്ടോ, എനിക്ക് ഇവിടെ ഈ 2 2 1 കേട്ടോ. ഈ 1 2 ആക്കുകയാണ്. അത് വെറുതെ മാറ്റിയതാട്ടോ. ഇവിടെ 1 ഇവിടെ 2 വെറുതെ മാറ്റിയതാണ്. എന്താ വെച്ചാൽ ഇവിടെ കുറച്ച് അളവുകളൊക്കെ കൂടുതലില്ലേ, അപ്പോൾ അവിടെ 1 എന്ന് ഇട്ടു എന്നേ ഉള്ളൂ. വേണമെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ അല്ലാതെയും ചെയ്യാം. ഓക്കെ, ഫസ്റ്റ് നമുക്ക് 1ൻ്റെ വോളിയം കാണാം. ആദ്യം നമ്മൾ 1ൻ്റെ വോളിയം കാണും. ഓക്കെ, പിന്നെ നമ്മൾ 2ൻ്റെ വോളിയം കാണും. പിന്നെ നമ്മൾ 3ൻ്റെ വോളിയം കാണും. പിന്നെ നമ്മൾ 1 2 3 ഒക്കെ കൂടെ കൂട്ടിയിട്ടുള്ള ഈ ടി എന്ന അതിൻ്റെ വോളിയം കാണും. ഇങ്ങനെയാണ് നമ്മൾ അത് കാണുന്നത്. ഓക്കെ, ഫസ്റ്റ് നമ്മൾ ഈ ഒന്നാമത്തതിൻ്റെ വോളിയം കാണാൻ നമുക്കതിൻ്റെ നീളം എത്ര നോക്കാം. നീളം ഇവിടെ മുതൽ ഇവിടെ വരെ 6 നമുക്ക് തന്നിട്ടുണ്ട്. അപ്പം ലെങ്ത്ത് എത്ര കിട്ടി? ലെങ്ത്ത് 6. എങ്ങനെ വോളിയം കാണുക? വോളിയം കാണൽ ലെങ്ത്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു ഹൈറ്റ് ആണല്ലോ. ആണല്ലോ, നീളം ഇൻറ്റു വീതി ഇൻറ്റു ഉയരം. ഇവിടെ നീളം 6 അപ്പോൾ ഇവിടെ നീളം 6 എഴുതി ഇൻറ്റു ബ്രെഡ്ത്ത് എത്രയാണ്? ബ്രെഡ്ത്ത് 4 അല്ലേ? ഇൻറ്റു 4 ഇൻറ്റു ഹൈറ്റ് ഉയരം എത്രയാണ്? 3 അല്ലേ? ഇതിവിടെ ജസ്റ്റ് എന്തിനോ ഉള്ളതാണ് കേട്ടോ, അറിയാതെ വന്നു പോയതാ. ഇവിടെ 3 അല്ലേ? ഇത് 3 കൂടെ മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് 72 എന്ന് കിട്ടും. ഈ 72 തന്നെ ആയിരിക്കും ഇവിടെയും വരിക. ഈ രണ്ടാമത്തേനും വോളിയം വരിക. അതെന്തുകൊണ്ടാണ്? കാരണം ഇതിൻ്റെ നീളവും 6. ഇതിൻ്റെ ഇവിടുന്ന് ഇവിടെ വരെയുള്ള ഈ ഒരു വീതി ഉണ്ടല്ലോ, ആ വീതി എന്ന് പറയുന്നത് ഇവിടെ 4 ആണെങ്കിൽ ഇവിടെയും 4 അല്ലേ വരിക. ഇവിടെ 4 ആണെങ്കിൽ അതന്നെയല്ലേ ഇവിടെയും 4 വരിക അല്ലേ? അപ്പോൾ ഇതിൻ്റെ നീളം 6 എന്നും വീതി 4 എന്നും കിട്ടിയില്ലേ? ഇവിടെയുള്ള ഹൈറ്റ് 3 ആണെങ്കിൽ ഇവിടെയുള്ള ഹൈറ്റ് 3 അല്ലേ? അപ്പോൾ ഇവിടെയുള്ള ഹൈറ്റ് 3 അല്ലേ? അങ്ങനെയാണെങ്കിൽ ഇവിടെയുള്ള ഹൈറ്റ് 3 അല്ലേ? അപ്പോൾ ഇവിടെയുള്ള ഹൈറ്റ് 3 അല്ലേ? ഈ ഹൈറ്റ് 3 അല്ലേ? ഈ ഹൈറ്റ് 3 അല്ലേ വരിക? ഇവിടെ 4 ആണെങ്കിൽ ഇവിടെ എത്ര വരിക? 4 അല്ലേ വരിക? അപ്പോൾ ഇവിടെ നിന്ന് ഇവിടെ വരെയും 4 അല്ലേ വരിക? ഇവിടെ നിന്ന് ഇവിടെ വരെയും 4 അല്ലേ വരിക? അതൊന്നും നിങ്ങൾ മൈൻഡിക്കേണ്ട, ഇതൊന്നും നിങ്ങൾ മൈൻഡാക്കണ്ട കേട്ടോ. അതൊക്കെ വെറുതെ വരച്ച് കാണിച്ച് തന്നേ ഉള്ളൂ. ഇവിടെ എങ്ങനെ 72 വന്നത് അതാദ്യം പറയാം. അപ്പോൾ നോക്ക്, ഇവിടെ നീളം 6 കിട്ടി, വീതി 4 കിട്ടി, ഉയരം 3 കിട്ടി. നീളം 6, വീതി 4, ഉയരം 3. ഇതിൻ്റെ അതേപോലെയല്ലേ വന്നത്. അപ്പോൾ ഇതിൻ്റെ അതേപോലെ വോളിയം വരിക. നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യുന്നതിന് പകരം 6 × 4 × 3 എന്ന് ചെയ്താൽ മതി. അപ്പോൾ 72 തന്നെയാണ് കിട്ടുക. ഇനി മൂന്നാമത്തത് ഈ ഒരു ബ്ലോക്ക് അല്ലേ? ഏതാണ് ആ ബ്ലോക്ക്? കാണിച്ചു തരാം കേട്ടോ. ഇതാ ഈ ഒരു ബ്ലോക്കാണത്. കണ്ടോ? നമ്മൾ കാണുന്ന ഈ ഒരു ബ്ലോക്ക്. ഈ ഒരു ബ്ലോക്കിൻ്റെ നീളം ഇവിടെ മുതൽ ഇവിടെ വരെ ഇല്ലേ? ഉണ്ടല്ലോ. ഇതെത്രയാ? അറിയൂല അല്ലേ? നമുക്ക് അറിയുന്നത് എന്താ? ഇവിടെ മുതൽ ഇവിടെ വരെ ഇതാ ഇത്ര വരെ 11 ഇവിടുന്ന് ഇവിടെ വരെ 4 അറിയാം. അപ്പോൾ ഇവിടെ 11 ഉണ്ട്, ഇവിടെ 4 ഉണ്ടെങ്കിൽ ഈ ഒരു മുഴുവൻ ഇവിടുന്ന് ഇവിടെ വരെ ആ തലക്കിൽ അവസാനം വരെ എത്ര ഉണ്ടാവും? 11 + 4. അപ്പോൾ ഇതിൻ്റെ ലെങ്ത്ത് എത്രയാണ്? ലെങ്ത്ത് = 11 + 4 = 15 അല്ലേ? 15. ഇനി ഇതിൻ്റെ ബ്രെഡ്ത്ത് എത്രയാണ്? ബ്രെഡ്ത്ത് 4 അല്ലേ? ബ്രെഡ്ത്ത് 4. ഹൈറ്റോ? ഹൈറ്റ് എത്രയാണ്? ഹൈറ്റ് 3 അല്ലേ?
ഇനി എങ്ങനെ വോളിയം കാണാം? ഇനി വോളിയം കാണാൻ നീളം ഇൻറ്റു വീതി ഇൻറ്റു ഉയരം ചെയ്യാം. അതായത് 15 ഇൻറ്റു 4 ഇൻറ്റു 3. 15 ഇൻറ്റു 4 ഇൻറ്റു 3 എത്രയാ? 180 അല്ലേ? 180 ക്യൂബിക് ക്യൂബ്. ഇവിടെയും ക്യൂബിക് ക്യൂബ്. 72 ക്യൂബിക് ക്യൂബ്. ഇവിടെയും ക്യൂബിക് ക്യൂബ്. ഘന സെൻറ്റിമീറ്റർ അല്ലേ? ക്യൂബിക് സെൻറ്റിമീറ്റർ. ഓക്കെ, ഇനി എന്തെങ്കിലും ടീൻ്റെത് കാണാം. ടീൻ്റെത് കാണാൻ 1ഉം 2ഉം 3ഉം കൂടെ ആഡ് ചെയ്താൽ പോരെ? 1 എത്രയാ? 72. 2ഓ? 72. 3ഓ? 180. അപ്പോൾ നമ്മൾ 72 + 180 ചെയ്യാം. അപ്പോൾ നമുക്ക് എത്ര ആൻസർ കിട്ടുക? 324 ക്യൂബിക് സെൻറ്റിമീറ്റർ. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ കുറച്ച് പ്രോബ്ലംസാണ് ചെയ്തത്. എനിക്കിത് കാണുമ്പോൾ ചിലപ്പോൾ കൺഫ്യൂഷൻസ് ഒക്കെ വരും. കൺഫ്യൂഷൻസ് ഒന്നും വേണ്ട. ഇതിൻ്റെ ഈ ലോജിക്ക്, ഐഡിയ എന്താണെന്ന് മനസ്സിലായാൽ വളരെ സിമ്പിളാണ്. വളരെ സിമ്പിളാണ്. ഈ ഐഡിയ എന്താ, എങ്ങനെ ഈ ചെയ്യുന്നത് മനസ്സിലായാൽ മതി. ആദ്യം എന്ത് ചെയ്യുന്നു, എന്ത് ചെയ്യുന്നു. പിന്നെ വോളിയം കാണാമെന്ന് പറഞ്ഞാൽ നമുക്ക് ഈ പാഠം നല്ല ഈസിയാണ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ. ഇന്നത്തെ ക്ലാസ്സിൽ നിങ്ങൾക്ക് എന്തെങ്കിലും കൺഫ്യൂഷൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾ ഫസ്റ്റ് ഈ വീഡിയോ ഒന്നും കൂടെ കാണുക. എന്നിട്ട് നിങ്ങളെ കൺഫ്യൂഷൻസ് ഒന്നും തീർന്നിട്ടില്ലെങ്കിൽ ഡൗട്ടൊക്കെ ചോദിക്കും കേട്ടോ. താങ്ക് യു.